കടമെടുപ്പ് പരിധിയിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേരളവും കേന്ദ്രവും തമ്മിലുള്ള ചർച്ച തുടങ്ങി. ചീഫ് സെക്രട്ടറി, ധനവകുപ്പ് സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവരാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, ഒന്ന് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിയമപോരാട്ടം ഒരു ഭാഗത്ത്, അതിനിടയിൽ നടക്കുന്ന കോടതി നിർദ്ദേശപ്രകാരം തന്നെയുള്ള ചർച്ച, എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഒരു സമവായം രൂപപ്പെടുന്നതിൽ? ആർ അച്യുതൻ. രഞ്ജിത്ത്, കേരളത്തെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ഒരു ചർച്ചയാണ്. കാരണം ഈ 13,608 കോടിയുടെ കടമെടുപ്പിനാണ് സുപ്രീം കോടതിയുടെ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ അധിക തുക സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അത് ചർച്ച ചെയ്ത് പരിഹാരം കാണാനായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. അതിനെ തുടർന്നാണ് കേന്ദ്രവും കേരളവും വീണ്ടും ഒരു ചർച്ചയ്ക്ക് കൂടി തയ്യാറെടുത്തത്. ഇന്ന് 10:45 കൂടിയാണ് കേരളത്തെ പ്രതിനിധീകരിച്ചുള്ള സംഘം ധനകാര്യ മന്ത്രാലയത്തിൽ എത്തിയത്. ധനകാര്യ സെക്രട്ടറി ടി.വി. സോമനാഥുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി വി. വേണു, ധനവകുപ്പ് സെക്രട്ടറി, മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി എം. എബ്രഹാം തുടങ്ങിയവരാണ് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇതിനു മുൻപ് സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഇതിനു മുൻപ് ഒരു ചർച്ചയ്ക്ക് വേദിയായ സ്ഥലമായിരുന്നു ധനകാര്യ മന്ത്രാലയം. പക്ഷേ അന്ന് ആ ചർച്ച പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചിരുന്നില്ല. മറിച്ച് കേരളം ഹർജി നൽകിയതിൽ അടക്കം അതൃപ്തി പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇന്ന് ഈ ഒരു ചർച്ചയിലേക്ക് വരുമ്പോൾ സുപ്രീം കോടതി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൻ്റെ സ്യൂട്ട് ഹർജി അതൊരിക്കലും ഈ ചർച്ചയെ ബാധിക്കരുത്, മറിച്ച് ഏതെങ്കിലും തരത്തിൽ ഗുണകരമാവുന്ന രീതിയിൽ ഒരു ഫലം ഉണ്ടാകണം എന്നുള്ളത് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അധിക തുക സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ എത്രത്തോളം കേരളത്തിന് അനുകൂലമായ ഒരു നിലപാട് കേന്ദ്രം സ്വീകരിക്കുമെന്നുള്ളത് കാത്തിരിക്കേണ്ടതാണ്. എന്തായാലും നിലവിലിപ്പോൾ ഈ ചർച്ചകൾ ധനകാര്യ മന്ത്രാലയം കേന്ദ്രീകരിച്ച് പുരോഗമിക്കുകയാണ്. റീജിത്ത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.